എന്താണ്ട് പേടിക്കുക. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ചരട് കെട്ടിയ മറ്റൊരു യുവതി കൺമുന്നിലെത്തും. പിന്നെ ഒന്നും നോക്കണ്ട, ചാമ്പിക്കോ. ശരിയല്ലേട്ടോ പ്രതിയെ, ഇനി നമുക്ക് പരിപാടിക്കൊന്നും വിളിക്കരുത്. ഒന്നല്ലേ രണ്ടല്ലേ കണക്ക്? പ്രതിയെ എന്റെ ചരടിന്റെ കാര്യ. ആ ഉണ്ണിയെ, കിഴക്ക് നമുക്ക് പിടിയിട്ടുണ്ട്. അവിടെയാണ് കിഴക്ക്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട്. എന്തേ പ്രശ്നല്ലേ? എന്ത് പ്രശ്നം? എന്തുട്ടാ അറിഞ്ഞിട്ട് നീ പറയണത്? എന്തേ അറിഞ്ഞൂടെ? എന്താന്നില്ലേ? കിഴക്ക് പ്രശ്നമുണ്ട് എന്നല്ല നീ പറഞ്ഞത്? അതൊക്കറിയാന്ന്. അതെന്തുട്ടാന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ സാധനം കിഴക്കുമുറിയില് ചന്ദ്രേട്ടൻ അവിടുന്ന് കിട്ടിയത്. അമോണിയ കൂടുതലാന്നല്ലേ? എനിക്കറിയാണ്ടൊന്നല്ല, ഇന്ന് വേറെ കിട്ടാനില്ല. നീ അവിടെ ഇരുന്ന പോയിട്ട്. അപ്പൊ പ്രശ്നല്ലേ? അതല്ലത്. ഇതല്ലാന്നാ ഞാനല്ല വാങ്ങിയത്. രണ്ടെണ്ണെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഊത്തിയിട്ട് ബാക്കി മൂന്നും ചെയ്തു. നീ ഒന്ന് പോയി തരുമോ? അത് ശരി, കാര്യം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോവാനല്ലേ? ഇവിടെ നിക്കാനേ എനിക്ക് നിന്റെ ഔദാര്യൊന്നും വേണ്ട. നീ എന്നെ പറഞ്ഞേക്കോ? പറഞ്ഞേക്കടാ, അതൊന്ന് കാണണല്ലോ. അല്ല പിന്നെ പ്രതിയെ എന്റെ ചരടിന്റെ കാര്യ. നിന്റെ ഒരു ചരടും കിഴക്കും ഒന്നും മിണ്ടാണ്ടിരിക്കേ. കുട്ടീനെ കരയിപ്പിച്ചപ്പോ എനിക്ക് സമാധാനായില്ലടാ. കരയണ്ടാ. വാ പാടകുട്ടാ, കരയണ്ടാ. ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കാം. നിന്നോട് പോവാൻ, അല്ലെങ്കിൽ അമ്മോട് പറഞ്ഞു കൊടുക്കും. പണിയാവും. അതല്ല, പ്രതി എന്നോട് വഴക്ക് പറഞ്ഞില്ലേ, അതാ. കിഴക്ക് നമുക്ക് പിടികിട്ടി. ഇനി പെണ്ണ് അത് വരും. വരുടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ കിഴക്ക് പടിഞ്ഞാറ്, കിഴക്ക് ഈ ഭാഗം, പടിഞ്ഞാറ് ഈ ഭാഗം. ഇതെന്നെ നോക്ക്, ഞാനിതാ ഇവിടെ നിൽക്കണം. ഇപ്പൊ ഈ ഭാഗം കിഴക്ക്, അപ്പൊ ആ ഭാഗോ അത് പടിഞ്ഞാറ്. ഞാനിപ്പോ ഇതാ ഇങ്ങോട്ട് മാറി. ഇപ്പോഴോ ഈ ഭാഗം കിഴക്കും മറ്റത് പടിഞ്ഞാറായ. ഇങ്ങനെ മാറി മാറി വരും ഉണ്ണിയെ. മൊത്തം ആകെ കൺഫ്യൂഷനാ, ആകെ കൺഫ്യൂഷനാ. പ്രതിയെ നീ ഒരു സംഭവട്ടാ. മാങ്ങ 1 2 3 4 1 2. പ്രതിയെ മാങ്ങ കിട്ടിട്ടാ. കാര്യമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ഒരു മാങ്ങ. ഞാൻ പോട്ടോ. എന്തുകൊണ്ടാണ് എന്നോട് പറയണത്? നീ ഒന്ന് പോലാ പറഞ്ഞിട്ട്. അറിയാണ്ട് പറഞ്ഞതാ പ്രതിയെ. കൊഴപ്പല്ല. ഇവിടെ എന്തോ വേണ്ട, കൊഴപ്പുണ്ട്, കൊഴപ്പാണ്. സില്ലിമാൻ വിട്ടുകളേ. വിട്ടു, ഇന്നാലൊരു കുറ്റബോധം.
ഞാൻ പോട്ടെ. ശരിയുടെ പ്രതിയെ. ആ ശരി. അതെ, കിഴക്ക് സെറ്റാകുമ്പോ ചെലവ് ചെയ്തോളട്ടാ. അയ്യേ, എന്ത് ചാതികളെ വിട്ടുള്ളു. മാത്താപ്പോള് നാടകത്തിന്റെ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ റിഹേഴ്സലൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ആ പ്രതിനെ വിളിച്ചോട്ടെ. അപ്പൊ ആളാണോ നായകൻ? ആയിരുന്നു, പക്ഷേ ഇപ്രായത്തിൽ അവന് തട്ടണം. ഹലോ സുമേഷ് ഏട്ടൻ്റെ നീ എവിടെയപ്പോ? ആ ഉണ്ണീരെ തല നിന്നിട്ടിരിക്കൂലേ? ആ നീ കാര്യം പറയടാ. ശിവരാത്രിക്ക് ഒരു നാടകം ചെയ്യുന്നുണ്ട്. ഏതാ നടി? പന്തളം അവനാണോ? ഏയ് സന്ധ്യ. ആ എന്നാ സന്ധ്യക്ക് കാണാം. സന്ധ്യ അല്ലടാ, സന്ധ്യ തിരുവല്ലാമല. ആ തിരുവല്ലാമല സന്ധ്യ. ഇപ്പൊ നമ്മളെ നാട്ടിലില്ലേ? ആരായാലും പ്രാവശ്യം നായകൻ ഞാൻ തന്നെയല്ലേ? നീ കഴിഞ്ഞ പ്രാവശ്യം ആയില്ലേ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഡയറക്ഷൻ ഞാനാവും. അത് ശരി. സന്ധ്യക്ക് തിരുവല്ലാമല പോകുന്നുണ്ടാ? ഒന്നും പിണ്ടാണ്ടിക്കടാ. ആ നമസ്കാരം ഡയറക്ടർ സാർ. നമസ്കാരം. പറയൂ. എടാ ചേട്ടാ, നിങ്ങക്ക് നമ്മുടെ സുമേഷ് ചേട്ടനല്ലോ പ്രശ്നമുണ്ടാ? എന്താണ് പ്രശ്നം? അല്ല ഇപ്രാവശ്യം നാടകം ഡയറക്റ്റ് ചെയ്യുന്നത് സുമേഷ് ചേട്ടനാണെന്ന് പറഞ്ഞേ. അല്ല നടേശ് ചേട്ടനായിരുന്നല്ലോ ചെയ്തിടുന്നത്. അവന് കോപ്പറിയാം. അവനല്ല, അവൻ കോപ്പറിയും. അവന് നാടകത്തെ കുറിച്ച് വല്ല ഡയലോഗും ഒരു 4 ഡയലോഗ് അവനോട് കാര്യമായിട്ട് പറയാൻ പറഞ്ഞേ. അവൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. അവനോട് പറഞ്ഞു കൊടുക്ക ആ ഡയലോഗ്. ഞാൻ പറഞ്ഞിരുന്ന ഡയലോഗ് എന്താണെന്നുള്ളത് അവനോട് പറഞ്ഞു കൊടുക്ക്. കുറെ കാലങ്ങൾക്ക് മുമ്പുള്ളതാ, എന്നാലും ഇപ്പോഴും എനിക്ക് നല്ല കഴിവുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താ വേണ്ടെന്ന്. കേക്കണ നിനക്ക്? നാടകല്ലേ അരച്ച് കലയ്ക്ക് കുടിച്ചോരാ ഞാൻ. മഹാനായ ക്രിസ്തു വാണിരുന്ന നാടാണിത്. സമത്വ സുന്ദരമായ ലോകമാണിത്. എന്നിട്ടും നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നു അല്ലേ? ഏയ് പിതാവേ, നീ മരണത്തെ ഭയപ്പെടുന്നുവോ? മരണം നമുക്കൊരു പ്രശ്നമല്ല. എന്തിനേയും നേരിടാനുള്ള കരുത്താണ് നമുക്ക് വേണ്ടത്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു വീണതും ഈ മണ്ണിൽ വെച്ച് തന്നെയായിരുന്നു. മഹാബലി വാണിരുന്ന നാടായിരുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് മരണത്തെ ഭയമാണോ? ചേട്ടാ ഞാനേ പിന്നെ വിളിക്കാട്ടാ, ഒരു കോള് വരുന്നുണ്ടേ. കിഴക്കു കിഴക്കുരാന, കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞ് നിൽക്കണ്